അപ്പോൾ ഇന്ന് ഞാൻ HSA നാച്ചുറൽ സയൻസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ മോളിക്കുലർ ബയോളജി ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊരു പാർട്ട് 1 വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ബാക്കി പോർഷൻസുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോളിക്യൂൾസ് ഓഫ് DNA ആർ കമ്പോസ്ഡ് ഓഫ് ലോങ് ചെയിൻസ് ഓഫ്, അതായത് DNA മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ കമ്പോണൻസും എല്ലാം തന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം മോളിക്യൂൾസ് ഓഫ് DNA ആർ കമ്പോസ്ഡ് ഓഫ് ലോങ് ചെയിൻസ് ഓഫ് ഓപ്ഷൻ എ അമിനോ ആസിഡ്സ്, ഓപ്ഷൻ ബി ഫാറ്റി ആസിഡ്സ്, ഓപ്ഷൻ സി മോണോസാക്രൈഡ്സ്, ഓപ്ഷൻ ഡി ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയോടൈഡ്സ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മളുടെ മോളിക്യൂൾസ് DNA കമ്പോസ് ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഈ ന്യൂക്ലിയോടൈഡ്സിൻ്റെ പോളി ന്യൂക്ലിയോടൈഡ് ചെയിനായിട്ടാണ് നമ്മുടെ DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് DNA ഈസ് ടു, എന്താണ് DNAയുടെ പ്രൈമറി ഫങ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ മേക്ക് പ്രോട്ടീൻസ്, ഓപ്ഷൻ ബി സ്റ്റോർ ആൻഡ് ട്രാൻസ്മിറ്റ് ജനറ്റിക് ഇൻഫോർമേഷൻ, ഓപ്ഷൻ സി കൺട്രോൾ കെമിക്കൽ പ്രോസസ്സസ് വിത്തിൻ സെൽസ്, ഓപ്ഷൻ ഡി പ്രിവെൻറ്റ് മ്യൂട്ടേഷൻസ്. അപ്പം പ്രൈമറി ഫങ്ഷൻ നമ്മൾ പറഞ്ഞ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി അനുസരിച്ച് എന്താണ് പ്രൈമറി ഫങ്ഷൻ ഓഫ് DNA എന്ന് പറയുന്നത്? DNAയിൽ നിന്നും RNA ഉണ്ടാവുന്നു, RNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്നു. അപ്പോൾ മേക്ക് പ്രോട്ടീനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ന്യൂക്ലിയേറ്റോഡ് കൺസിസ്റ്റ് ഓഫ്, ഒരു ന്യൂക്ലിയേറ്റോഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കൺസിസ്റ്റഡ് ആണ്? ഓപ്ഷൻ എ ഷുഗർ, എ പ്രോട്ടീൻ ആൻഡ് അഡിനിൻ, ഓപ്ഷൻ ബി എ ഷുഗർ ആൻഡ് അമിനോ ആസിഡ് ആൻഡ് എ സ്റ്റാർച്ച്, ഓപ്ഷൻ സി എ ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജൻ കണ്ടെയ്നിങ് ബേസ്, ഓപ്ഷൻ ഡി എ സ്റ്റാർച്ച്, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജൻ കണ്ടെയ്നിങ് ബേസ്. അപ്പോൾ കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി ആണ്. പെൻറ്റോ ഷുഗർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ബേസ് ഉണ്ട്. ഇത് മൂന്നുമാണ് ന്യൂക്ലിയോടൈഡിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജൻ കണ്ടെയ്നിങ് ബേസ് ആണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് ദി മോളിക്യൂൾ ഫോർ വിച്ച് ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ഈസ് നെയിംഡ് ഈസ്. അപ്പോൾ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് എന്ന് പേര് വരാൻ കാരണമായിട്ടുള്ള കമ്പോണൻറ്റ് DNAയിൽ ഏതാണ്? ഓപ്ഷൻ എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ഷുഗർ, ഓപ്ഷൻ സി നൈട്രജൻ ബേസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു ഷുഗറിൻ്റെ പെൻറ്റോ ഷുഗറിൻ്റെ എന്താണ് 5th 5' പൊസിഷനുള്ള കാർബൺ അല്ലേ, അവിടെ എന്തുകൊണ്ട് 5' 3' ഓക്സിജൻ പോയിട്ട് അവിടെ എന്താണ് ഹൈഡ്രജൻ മാത്രമാണ് അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഷുഗർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ് ആർ, പ്യൂരിൻസും പിരമിഡിൻസും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസസ് ഫൗണ്ട് ഇൻ അമിനോ ആസിഡ്സ്, ഓപ്ഷൻ ബി ഏബിൾ ടു റെപ്ലിക്കേറ്റ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഫ്രം ഡിഫെക്റ്റീവ് DNA, ഓപ്ഷൻ സി നെയിംസ് ഓഫ് സ്പെസിഫിക് ടൈപ്സ് ഓഫ് DNA മോളിക്യൂൾസ്, ഓപ്ഷൻ ഡി ബേസസ് ഫൗണ്ട് ഇൻ ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ പ്യൂരിൻസും പിരമിഡ്സും എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നൈട്രജൻ ബേസസ് ആണ്. ന്യൂക്ലിയോടൈഡ്സിൽ കാണപ്പെടുന്ന 2 തരത്തിലുള്ള നൈട്രജൻ ബേസസ് ആണ് പ്യൂരിൻസും പിരമിഡിൻസും എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സയൻറ്റിസ്റ്റ് ക്രെഡിറ്റഡ് വിത്ത് ഡിറ്റർമിനിങ് ദ സ്ട്രക്ചർ ഓഫ് DNA ആർ. ഓപ്ഷൻസ് നോക്കാം. അവേറി ആൻഡ് ചർഗാഫ്, ഓപ്ഷൻ ബി ഹെർഷി ആൻഡ് ചേസ്, ഓപ്ഷൻ സി മെൻഡൽ ആൻഡ് ഗ്രിഫിത്ത്, ഓപ്ഷൻ ഡി വാട്സൺ ആൻഡ് ക്രിക്ക്. അപ്പോൾ DNAയുടെ സ്ട്രക്ചർ മോഡൽ പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റുമാരാണ് വാട്സണും ക്രിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസ് പെയറിംഗ് റൂൾസ് സ്റ്റേറ്റ് ദാറ്റ് ദ ഫോളോയിങ് ആർ ബേസ് പെയർസ് ഇൻ DNA. അപ്പോൾ ബേസ് പെയറിംഗ് റൂൾസ് എന്തൊക്കെയാണ്? അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടേ പെയർ ചെയ്യത്തുള്ളൂ, അതുപോലെ ഗുവാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടേ പെയർ ചെയ്യത്തുള്ളൂ. അതാണ് നമ്മുടെ ബേസ് പെയറിംഗ് റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡിനിൻ തൈമിൻ, ഗുവാനിൻ സൈറ്റോസിൻ, ഓപ്ഷൻ ബി അഡിനിൻ തൈമിൻ, യുറാസിൽ സൈറ്റോസിൻ. നമുക്കറിയാം യുറാസിൽ എന്ന് പറയുന്ന നൈട്രജൻ ബേസ്
നമ്മളുടെ DNA കാണപ്പെടുന്ന ഒന്നല്ല, അത് RNA-യിലുള്ള നൈട്രജൻ ബേസാണ്. തൈമിന് പകരം RNA-യിലുള്ള നൈട്രജൻ ബേസാണ് യുറാസിൽ. അപ്പോൾ ആ ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷൻ അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ, അത് ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് യുറാസിൽ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, അതും ഇൻകറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അഡിനിൻ തൈമിനുമായിട്ട് ബേസ് പെയർ ചെയ്യത്തുള്ളൂ, ഗുവാനിൻ സൈറ്റോസിനുമായിട്ടേ ബേസ് പെയർ ചെയ്യത്തുള്ളൂ. അഡിനിനും തൈമിനും തമ്മിൽ എത്ര ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്? 2 ഹൈഡ്രജൻ ബോൺസ് ആണ് അഡിനിനും തൈമിനും തമ്മിലുള്ളത്. ഗുവാനിനും സൈറ്റോസിനും തന്നെ തമ്മിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. 3 ബോൺസ് ആണ് ഗുവാനിനും സൈറ്റോസിനും തമ്മിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ATTG TAAC. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതായിരിക്കും? അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്? ഓപ്ഷൻ എ AAAT TTTG അത് തെറ്റാണ്. കാരണം എന്താണ്? AAA അതുമായിട്ട് നമ്മുടെ 3 T ഉണ്ട്, പക്ഷേ ടിയുമായിട്ട് ആണോ ബേസ് പെയർ ചെയ്യുന്നത്? G അല്ല, അത് തെറ്റാണ്. അടുത്തതോ TCGG AGAT അല്ല. അടുത്തത് GTCC GAGG. അടുത്തത് CGAA TGCG. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? GTCC ആയിട്ട് കറക്റ്റ് പേര് ഏതാണ്? ഗുവാനിൻ സൈറ്റോസിനുമായിട്ട്, തൈമിൻ അഡിനുമായിട്ട്, സൈറ്റോസിൻ ഗുവാനിനുമായിട്ട്. അപ്പം GTCCക്ക് കറക്റ്റ് ബേസ് പെയറിംഗ് എന്ന് പറയുന്നത് CAGG എന്ന് പറയുന്ന സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ബാക്കി പോർഷൻസിലോട്ട് നോക്കാം. പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ് നോക്കാം. ലെങ്ത് ഓഫ് ടിപ്പിക്കൽ ഡബിൾ DNA ഹെലിക്സ് ഇൻ മാമേലിയൻ എന്ന് പറയുന്ന ഏകദേശം 2.2 മീറ്റേഴ്സ് ആണ്. യൂക്യാരിയോട്സിലാണെങ്കിൽ DNA എവിടെയാണ് ഈ ലോക്കലൈസ് ചെയ്തിരിക്കുന്നത്? ന്യൂക്ലിയസിനകത്താണ് യൂക്യാരിയോട്സിൽ DNA ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രോക്യാരിയോട്സിലാക്കി ഈ കോളയിലൊക്കെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അവർക്ക് ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പം DNA സ്കാറ്റർ ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. DNA ഈസ് നോട്ട് സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ഇൻ ദി സെൽ. ഓക്കെ, അപ്പം ഡിഫൈൻഡ് ന്യൂക്ലിയസോ എന്താണ് നമ്മുടെ പ്രോക്യാരിയോട്സിലില്ല. അപ്പോൾ എന്താണ്? DNA ഒരു പർട്ടിക്കുലർ സ്പേസിലായിട്ടല്ല കാണപ്പെടുന്നത്, സ്കാറ്റേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. DNA എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. കാരണം എന്താണ്? അതിന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടാണ് DNAക്ക് നെഗറ്റീവ് ചാർജ് ഉള്ളത്. പിന്നീട് എന്താണ്? DNA എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്ഡ് പ്രോട്ടീൻ ഉണ്ട്. DNA എന്താണ്? കോയിൽ ചെയ്തുകൊണ്ട് DNAക്ക് ചുറ്റുമായിട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിന് പറയുന്ന പേരാണ് ഹിസ്റ്റോൺസ് എന്ന്. ഓക്കെ, ഇതെന്ന് പറയുന്നത് യൂക്യാരിയോട്സിൽ കാണപ്പെടുന്നതാണ്. ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് DNAക്ക് യൂക്യാരിയോട്സിലുള്ളത്. അപ്പോൾ ഈ ഹിസ്റ്റോൺ പ്രോട്ടീന് ചാർജ് കൊടുക്കുന്ന ആരാന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ്. അപ്പോൾ നമുക്കറിയാം പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ്. അപ്പോൾ ആ അമിനോ ആസിഡ്സിൽ തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലൈസീനും അർജിൻസിനും ഒക്കെ പോസിറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ ആ ഒരു അമിനോ ആസിഡ്സ് ആണ് ഈ ഹിസ്റ്റോൺ പ്രോട്ടീന് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. അതിൻ്റെ സ്ട്രക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? റിച്ച് ഇൻ അമിനോ ആസിഡ്സ് ആണ്. ഹിസ്റ്റോണിൽ റിച്ച് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ലൈസീനും അർജിനിനുമാണ്. ഹിസ്റ്റോൺസ് ഓർഗനൈസ്ഡ് യൂണിറ്റ് ഓഫ് 8 മോളിക്യൂൾസ്. 8 മോളിക്യൂൾസിനെ യുണൈറ്റ് ചെയ്തിട്ടാണ് ഹിസ്റ്റോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 8 മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഹിസ്റ്റോൺ ഒക്ടാമർ എന്നാണ് പറയുന്നത്. DNA എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ റാപ്പ് അറൗണ്ട് ദിസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ ഒക്ടാമർ. അപ്പോൾ DNA നെഗറ്റീവ് ചാർജുള്ള DNA ഈ പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിൽ റാപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്. അങ്ങനെ റാപ്പ് ചെയ്യുന്ന DNAയും ഹിസ്റ്റോൺ ഒക്ടാമറോട് ചേർന്ന് കാണപ്പെടുന്ന സ്ട്രക്ചറെ നമ്മൾ ന്യൂക്ലിയോസോം എന്നാണ് പറയുന്നത്. ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോം എടുത്താൽ 200 ബേസ് പെയർസ് ഓഫ് DNA ഹെലിക്സ് കാണും. ന്യൂക്ലിയോസോം ഈസ് ദ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ സ്ട്രക്ചർ ഇൻ എ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ക്രൊമാറ്റിൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിലാണ് നമ്മൾ ക്രൊമാറ്റിൻ എല്ലാം തന്നെ എന്താണ് കാണപ്പെടുന്നത്. ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ത്രെഡ് ലൈക്ക് സ്റ്റെയിൻഡ് ബോഡീസ് ഇൻ ന്യൂക്ലിയസ് ആണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയോസോം ഇൻ ക്രൊമാറ്റിൻ സീസ് ആസ് ബീഡ്സ് ഓൺ സ്ട്രിങ്.
ബീഡ്സ് ഓൺ സ്ട്രിങ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയോസോം, ഈ ക്രൊമാറ്റിനിൽ ചുറ്റിയാണല്ലോ, ഈ ക്രൊമാറ്റിനാണല്ലോ ഈ ന്യൂക്ലിയോസോമിനെ ചുറ്റി കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ബീഡ്സ് ഓൺ സ്ട്രിങ് മോഡൽ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയാണ് ഈ ഒരു മോഡൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മാലയിൽ എങ്ങനെയാണോ ഒരു മുത്ത് കാണപ്പെടുന്നത്, അപ്പോൾ ആ മുത്താണ് നമ്മളുടെ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതോടൊപ്പം തന്നെ ഈ മുത്തിനെ ചുറ്റി കാണപ്പെടുന്ന ആ ഒരു നൂല്, ആ നൂലാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് DNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. നോക്കിക്കേ, മുത്ത് പോലെ കാണപ്പെടുന്ന ഹിസ്റ്റോൺ ഒക്ടാമറുണ്ട്, അതിന് ചുറ്റും നമ്മൾ DNA മോളിക്യൂൾസ് റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ DNA ഒരു ത്രെഡ് എടുത്ത് നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ DNAയുടെ സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും ത്രൂ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പോൾ ഇന്നൊരു വളരെ സ്മോൾ ടോപ്പിക്കായിരുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓപ്പറോൺ സിസ്റ്റം നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.